നമസ്കാരം. യു പിയിലെ കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ ആവേശം പകർന്നിരിക്കുകയാണ്. വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ വിജയിച്ചാൽ യു പി മണ്ഡലവുമായുള്ള കുടുംബത്തിൻ്റെ പഴയകാല ബന്ധം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ മണ്ഡലം ഉപേക്ഷിക്കാനാണ് കൂടുതൽ സാധ്യത. രാഹുൽ റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ചാൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്വാഭാവികമായി രാജിവെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരാളായ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ ഇറക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിൻ്റെ ഒരുക്കങ്ങളായിരുന്നു ഇതിനകം നടന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന പ്രിയങ്ക മലപ്പുറം വണ്ടൂരിലും കോഴിക്കോട്ട് മുക്കത്തുമെല്ലാം റാലികൾക്ക് നേതൃത്വം നൽകി. ചുരത്തിനു മുകളിലും പ്രിയങ്ക പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. വയനാട്ടിൽ രാഹുലായാലും പ്രിയങ്കയായാലും ജയ ഉറപ്പാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. വയനാട്ടിൽ പിന്നെ ആരെ നിർത്തിയാലും ജയിക്കുന്ന ഇടമാണ്. കോൺഗ്രസിൻ്റെ ഒരു സേഫായിട്ടുള്ള ഇടം തന്നെയാണ്. രാഹുലിനെയും പ്രിയങ്കയെയും ഒരുമിച്ച് പാർലമെൻറ്റിൽ എത്തിക്കാനുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത്. 2019 4 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വയനാട്ടിൽ വിജയിച്ചത്. പക്ഷേ ഇക്കുറി ആ ഭൂരിപക്ഷം എന്തായാലും പ്രതീക്ഷിക്കേണ്ട. 19 രാഹുൽ വന്നപ്പോഴുണ്ടായ ഒരു തരംഗം ഇക്കുറി ഉണ്ടാകില്ല. എന്നാൽ റായ്ബറേലിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് പഴക്കമേറെയാണ്. കോൺഗ്രസിൻ്റെ കുടുംബ സീറ്റാണ് റായ്ബറേലി. 2004 മുതൽ സോണിയാഗാന്ധിയെ തുണച്ച മണ്ഡലമാണിത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ 2 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധി ആയിരുന്നു മണ്ഡലത്തിൽ ജനവിധി തേടിയത്. ശേഷം 1967, 71, 80 എന്നീ വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ തുണച്ചതും റായ്ബറേലി ആയിരുന്നു. 80 ഇന്ദിരാഗാന്ധി റായ്ബറേലിയെ കൂടാതെ ഇന്നത്തെ തെലങ്കാനയിലെ മേഡക്കിലും മത്സരിച്ചു. കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച ഇടം തന്നെയാണ് മേഡക്ക്. 2 ഇടങ്ങളിലും വിജയിച്ച ഇന്ദിര മേഡക് നിലനിർത്തി റായ്ബറേലി ഒഴിഞ്ഞുകൊടുത്തു. 1977 അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ജനതാ പാർട്ടിയുടെ രാജ്നാരായണൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോഴും 96 98 BJPയുടെ അശോക് സിംഗ് ജയിച്ചപ്പോഴും മാത്രമാണ് മണ്ഡലം കോൺഗ്രസിന് കൈവിട്ടത്. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് അമേഠിയായിരുന്നു. 2004 മകൻ രാഹുലിന് വേണ്ടി മണ്ഡലം ഒഴിഞ്ഞ് റായ്ബറേലിയിലേക്ക് മാറി. രാഹുൽ റായ്ബറേലിയിൽ ഏറ്റുമുട്ടുന്നത് ഉത്തർപ്രദേശ് മന്ത്രിയായ ദിനേശ് പ്രതാപ് സിംഗിനോടാണ്. 2019 സോണിയയ്ക്കെതിരെ മത്സരിച്ചത് ദിനേശ് പ്രതാപ് ആയിരുന്നു. 2019 മോഡി തരംഗത്തിൽ പോലും ഈ സീറ്റ് കോൺഗ്രസിനൊപ്പം നിന്നു. ഇത്തവണയും വയനാട്ടിലെ പ്രചാരണം വളരെ ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ ഏറ്റെടുത്തത്. മണ്ഡലവുമായി വൈകാരികമായ അടുപ്പമുണ്ടെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ എളുപ്പമാകുമെന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്. 4 ലക്ഷം പേരാണ് ഇക്കുറി മണ്ഡലത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കാതിരുന്നത്. വയനാട്ടിലെ 3 അസംബ്ലി മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും മലപ്പുറം ജില്ലയിലെ 3 സീറ്റുകൾ ഉൾപ്പെടുന്നതാണ് വയനാട്.